നമ്മുടെ മമ്മൂക്കയുടെ പുതിയ ചിത്രമാണ് കളങ്കാവൽ. ഇതിന്റെ സംവിധായകൻ നവാഗതനായ ജിതിൻ കെ ജോസ് ആണ്. ജിതിൻ കെ ജോസിന്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ് ഈ ഫിലിം. ഈ മൂവിയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടിയെ കൂടാതെ വിനായകൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നു. ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു മോറലി അംബിജീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രം ഒരു ഗ്രാമത്തിൽ അതിർത്തിയിലുള്ള പോലീസ് മാഫിയ സംഘർഷം പശ്ചാത്തലമാക്കിയാണ് തുടങ്ങുന്നത്. കളങ്കാവൽ എന്നത് സമയം കാവൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നീതിയുടെ അതിർത്തിയിൽ നിൽക്കുന്നവരോ എന്നൊരു പ്രതീകമാണ് തോന്നുന്നത്. ഇതിൽ സാധ്യതയുള്ള ഒരു കഥാസാരം എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ കാണാതാകൽ കേസ് അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയ കൊലപാതകം കേസിന്റെ പുനരന്വേഷണം. അതാണ് കഥയുടെ തുടക്കം. മമ്മൂട്ടി ഒരു മുൻ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില പഴയ സംഭവങ്ങൾ കാരണം ഇപ്പോൾ സസ്പെൻഷനിലോ ഒറ്റപ്പെട്ട ജീവിതത്തിലോ ആവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു തെറ്റായ തീരുമാനമാണ് ഈ കഥയുടെ ഹൃദയഭാഗം. ഇപ്പോൾ ഒരു പുതിയ കുറ്റകൃത്യം ആ പഴയ പിഴവിനോട് ബന്ധപ്പെട്ട് തിരിച്ചെത്തുന്നു. വിനായകൻ മമ്മൂട്ടിയുടെ ഒരു സഹ ഉദ്യോഗസ്ഥനായിരിക്കാൻ സാധ്യതയുണ്ട്. അയാളുടെ ജീവിതം മമ്മൂട്ടിയുടെ പഴയ അന്വേഷണത്തിൽ നശിച്ചുവെന്ന് അയാൾ കരുതുന്നു. ഈ ചിത്രം ഇരുവരുടെയും മനോവിചാരപരമായ ഏറ്റുമുട്ടലാണ്. പ്രതികാരവും ക്ഷമയും ഒരുമിച്ച് ചേരുന്ന ഒരു തീം. രജിഷ വിജയൻ മമ്മൂട്ടിയുടെ മകളോ അതോ കേസുമായി ബന്ധമുള്ള യുവതിയോ ആകാമെന്ന് തോന്നുന്നു. ഗായത്രി അരുൺ മാനസികമായി തളർന്നിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ അധ്യാപിക പോലുള്ള വേഷമായിരിക്കും. സബ്സ്ക്രൈബ് ദ ചാനൽ പ്ലീസ്.